ഹലോ ഗ്യാസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടു ശ്രീയാസ് വേൾഡ്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. മിനി വ്ളോഗ് അല്ല, ഇന്ന് ഒരു ഹാഫ് ഡേ വ്ളോഗാണ്. അപ്പം ആദ്യം നമ്മൾക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഞാൻ പറയാനെന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് എൻ്റെ സ്കൂളിൽ ഇപ്പോൾ വെക്കേഷനാണ്. അതുകൊണ്ട് ടീച്ചർ ചുമ്മാ ഇരിക്കണ്ടല്ലോ, നമ്മളിപ്പോൾ ചുമ്മാ ഇരിക്കല്ലേ, അതുകൊണ്ട് നമുക്ക് കുറച്ച് കോപ്പി എഴുതാൻ തന്നായിരുന്നു. ഇന്നെനിക്ക് ഇംഗ്ലീഷ് കോപ്പിയാണ്. ഇന്നലെ ആയിരുന്നു എനിക്ക് ഇംഗ്ലീഷ് കോപ്പി. ഇന്നലെ ഞാൻ എഴുതാൻ വിട്ടുപോയി. അതുകൊണ്ട് ഇന്ന് ഹിന്ദിയാണ്. അപ്പം ഞാൻ ഇന്ന് ഇംഗ്ലീഷും ഹിന്ദിയും കോപ്പി എഴുതണം. അത് എഴുതിയാൽ മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. എനിക്ക് കുറച്ച് നേരം കളിക്കാൻ ഞാൻ അലാറം വയ്ക്കും. അതാട്ടോ, അതിന് എനിക്കിത് എഴുതി തീർക്കാൻ പറ്റുമോ നോക്കാം ഈ ഒരു ഹാഫ് വ്ളോഗിൽ. ഇതാണ് ഞാൻ എഴുതുന്നത്, കർസീവ് ലെറ്റർ. എൻ്റെ ക്ലാസ്സിൽ കുറേ പേർക്ക് കർസീവ് ലെറ്റർ അറിയത്തില്ല. അതുകൊണ്ട് ടീച്ചർ, നമ്മൾ 4th സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് കർസീവ് ലെറ്ററാണ് ഇംഗ്ലീഷ് കോപ്പിക്ക്. അത് നമുക്ക് ഇംഗ്ലീഷ് കോപ്പി എഴുതാം. എനിക്ക് ടീച്ചർ എഴുതാൻ തന്നൊരു കർസീവ് ബുക്ക് നോക്കിയിട്ടാണ് ഇത് എഴുതുന്നത്. ഞാൻ ഇപ്പോൾ പി വരെയായി. ABCDEFGHJKLMNO പി വരെ ആയില്ലേ. ഇനി എനിക്ക് QRSTUVWXY സ്റ്റാർട്ട് ചെയ്ത് പെൻസിൽ താഴെ വീണെടുക്കുന്നത്. നമുക്ക് എഴുതി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ലൈൻ ഇടാം. ലൈറ്റ് ആയിട്ടാണ് ലൈൻ ഇടുന്നത്, കാരണം ടീച്ചർ വഴക്ക് പറയും, ചീത്ത പറയാറുണ്ട്. കാരണം നമ്മളിപ്പോൾ 4th സ്റ്റാൻഡേർഡായി, എന്നിട്ടും ഞാൻ ലൈൻ ഇടുന്നുണ്ട്. ലൈൻ ഇട്ട് എഴുതിയല്ലെങ്കിൽ ശരിയാവില്ലെങ്കിൽ അല്ലെങ്കിൽ വേവി ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ലൈറ്റായിട്ട് ഇടുന്നത്. ഈ ഒരു വ്ളോഗ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഇങ്ങനെ വരുന്നതായിരിക്കും കേട്ടോ. കാരണം ഇപ്പം ഇതിൽ ടൈം ഇങ്ങനെ ചുമ്മാ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ടൈം കിട്ടാതെ നിർത്തിപ്പോകും. സോറി. ചില സമയത്ത് ഹാഫ് വെച്ച് നിൽക്കും, കുഴപ്പമില്ല. ഞാൻ പാർട്ട് 2 ഇടുന്നതായിരിക്കും. അപ്പം നമുക്ക് എഴുതി തുടങ്ങാം. ഏതായിരുന്നു? പി കഴിഞ്ഞ് യു. ഞാൻ ഇവിടെ ക്യൂ ഏകദേശം കഴിയാറുണ്ട്. നമ്മളെ ഇംഗ്ലീഷിൽ ഇപ്പോൾ 10 ലൈൻസ് ആണ് ഉള്ളത്. ഞാൻ ഇതിന്ന് 1 2 3 4 5 ലൈൻസ് എഴുതി. ഇനി എനിക്ക് 4 ലൈൻസ് കൂടി ക്യൂ എഴുതാൻ കേട്ടോ. ക്യൂ മാത്രമേ ഞാൻ ഇതുവരെ എഴുതിയുള്ളൂ. അപ്പം ക്യൂ എഴുതാം. ഞാൻ ഇവിടെ ക്യൂ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് 6 ചെയ്യാം. അങ്ങനെ നമ്മൾ 6 കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഏതായാലും എസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വരാം. ഈ എസ് ഞാൻ കുറേ നേരം കൊണ്ട് എഴുതുന്നു മായ്ക്കുന്നു പറ്റുന്നില്ല ഗ്യാസ് എസ് എഴുതാനായിട്ട്. എൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണ് എസ്. അതുകൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എസ് കിട്ടി ഗ്യാസ്. എസ് എഴുതി തീർക്കാം. അവസാനം നമ്മൾ എസ്സും കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് ഉള്ളത് എസ് മനസ്സിലാകുന്നില്ല ഗ്യാസ്, ഇങ്ങനെയാണ് കിടക്കുന്നത്. എസ് കഴിഞ്ഞിട്ട് ടീം കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം. നമ്മളെങ്ങനെ ഈ ഒരു പേജ് മൊത്തം കംപ്ലീറ്റ് ആക്കി. ഇങ്ങനെ പേജ് കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് അലാറം വെച്ചിട്ട് കുറച്ച് ഫോൺ കാണാം. അച്ഛൻ്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. ചാർജിന് വെച്ച് 100% ആയി. അലാറം വയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പം വരും. ഓക്കെ, ഇപ്പോൾ മണി 4:41 ആയി. ഇപ്പം മണി 4:43. ഞാൻ അലാറം വെച്ചത് 4:45 നമുക്ക് അതുവരെ ഞാൻ അലാറം വരുന്നവരെ വെയിറ്റ് ചെയ്യാണ്. പിന്നെ എനിക്ക് വാട്സപ്പ് ചാറ്റ് വന്നായിരുന്നു എന്നെ കുറിച്ച് പറയാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ 3rd സ്റ്റാൻഡേർഡിലുള്ളപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സ്നൂസ് ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് വരും. അതുവരെ ഞാൻ പറഞ്ഞുതരാം.
എൻ്റെ പേര് മൈ നെയിം ഇസ് ശ്രിയ. I am studying in 3rd standard. Now I am going to 4th standard after this vacation. My 3rd standard class teacher is Sonia teacher. My best friend is Alina SR. But my age. My age 8. In April 80 my age. April 80 and 40 my age be 9. അപ്പം നമ്മൾ മൈസെൽഫ് പറഞ്ഞ് നമുക്കിത് പറഞ്ഞ് എഴുതിയിട്ടില്ല. പിന്നെ ഗസ് ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് വെച്ചത് സൈസ് ലിമിറ്റ് റീച്ച് ആവും. ഞാൻ പാർട്ട് 2 ഇടാം കേട്ടോ, അങ്ങനെ ആവേണമെങ്കിൽ. ഞാൻ എൻ്റെ അലാറം വരാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ അലാറം ഇപ്പോൾ 4:50 വെച്ചു. ഇപ്പോൾ ടൈം 4:46 ആയി. നമുക്ക് വെയിറ്റ് ചെയ്യാം. ടൈം ഉണ്ട്, പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ട് ഗ്യാസ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉഴുന്നുവട എടുത്ത് കഴിക്കാൻ. ഉഴുന്നുവട ഇല്ല, സോറി, ഉള്ളിവട. മണി 4:48 ആയി. 4:49, 50 വേഗം കഴിക്കാൻ ഗ്യാസ്. നിങ്ങൾ വിചാരിക്കും ഋത്തിക ചേച്ചി എവിടെ പോയിന്ന്. ഋത്തിക ചേച്ചിന്റെ വീട്ടിൽ പോയി കേട്ടോ. അതാ ഋത്തിക ചേച്ചി കാണാതെ. ഇന്ന് ഋത്തിക ചേച്ചി വരുമ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ ഇരുന്നിരിക്കും. ഋത്തിക ചേച്ചി ഒരുപാട് പോകുമ്പോഴും. ഓക്കെ, 4:48 തന്നെയാണ്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും ഞാൻ ഇപ്രാവശ്യം പാസ്സാണോ ഫെയിലാണെന്ന്. പാസ്സാണ് ഗൈസ്, ഞാൻ പാസ്സായി. കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ആയിരുന്നു ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. ഇപ്രാവശ്യത്തെ റിസൾട്ട് വരാൻ നല്ല ടെൻഷനിലായിരുന്നു. അഥവാ ഞാൻ തോറ്റാൽ ഞാൻ ഹോസ്റ്റലിൽ പോകും ഗ്യാസ് കൊണ്ടാക്കും. ഇതാ പ്രശ്നം. ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ട് അവസാനം ഞാൻ പാസ്സായി. ടൈം 4:49. ഇപ്പം അടിക്കും ഗ്യാസ് അലാറം. സ്റ്റോപ്പ്. വേഗം ഒന്ന് കഴിക്കട്ടെ ഗ്യാസ്. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് വച്ചിട്ട് എൻ്റെ വെള്ളം കൊണ്ട് എനിക്കുണ്ട് കേട്ടോ. അതായിരിക്കുമ്പോൾ കുടിക്കാൻ. കേക്ക് കഴുകി നമുക്ക് റൈറ്റിങ് കണ്ടിന്യൂ ആവാം. നമ്മൾ ടീ വച്ചായിരുന്നു നിർത്തിയത്. ഇനി നമുക്ക് UVWXY കൂടി ഉണ്ട്. അപ്പം ലൈൻ ഇടാതെ. നിങ്ങളിപ്പോൾ വിചാരിക്കായിരിക്കും ഇത് എഴുതിയിട്ട് എന്താ കാര്യമെന്ന്. ഇത് എഴുതിയാൽ എന്താന്ന് ഞാൻ പറഞ്ഞത്. ഇത് എഴുതിയാൽ കഴിഞ്ഞ വർഷമൊക്കെ ട്രോഫിയൊക്കെ കിട്ടി ചില ചിൽഡ്രൻസിന്. കഴിഞ്ഞ വർഷം ഞാൻ ഇതൊന്നും എഴുതിയില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനി വരും എനിക്ക്. അതായിരുന്നു പ്രശ്നം. ഇപ്പം അതൊന്നും ഇല്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെയെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്യും. ഇപ്രാവശ്യം ട്രോഫി കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എഴുതാം. കഴിഞ്ഞ വർഷം ആനുവൽ ഡേ കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ ആയിരുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് ആനുവൽ ഡേ കഴിഞ്ഞ ഉടനെ സ്കൂളിൻ്റെ വെക്കേഷൻ ആയിരുന്നു. ഇപ്പം നമ്മൾക്ക് അങ്ങനെയല്ല. ഇപ്പം നമുക്ക് ആനുവൽ ഡേ കഴിഞ്ഞ് ജാനുവരി ഒക്കെ കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴാണ് നമുക്ക് അടയ്ക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ ഏത് സ്കൂളിലാന്ന് കുറേ മെസ്സേജ് വന്നു എനിക്ക്. കമൻ്റ് അല്ല, മെസ്സേജ്, വാട്സപ്പ് മെസ്സേജ്. എൻ്റെ വാട്സപ്പ് നമ്പർ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം. എൻ്റെ കസിൻസും ഉണ്ട് സബ്സ്ക്രൈബറായിട്ട്. എൻ്റെ കസിൻസാണ് ചോദിച്ചത്.
എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ സ്കൂൾ ഫ്രണ്ട്സാണ് ചോദിച്ചത്. അത് മെസ്സേജ് ഏത് സ്കൂളിലാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുമായിരിക്കും സ്കൂൾ ഫ്രണ്ട്സ് എന്തിനാ ചോദിച്ചാൽ ഞാൻ പ്രാങ്ക് ചെയ്തത് ഗൈസ്. സ്കൂൾ ഫ്രണ്ട്സ് അല്ല, ഇവരാണ് സബ്സ്ക്രൈബേഴ്സാണ്. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിച്ചു. ഞാൻ പഠിക്കുന്നത് സെൻറ്റ് ശാന്തൽ സ്കൂളിലാണ്. സെൻറ്റ് ശാന്തൽ കവടിയാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് ഗൈസ്. 4th സ്റ്റാൻഡേർഡ് 4th എയിലാണ്. ഇതേതലാറം? ഇത് ഞാൻ നേരത്തെ വച്ച സ്നൂസ് ചെയ്ത അലാറമാണ് ഗൈസ്. സ്റ്റോപ്പ്. ഇനി നമുക്ക് ഞാൻ ഇവിടെ യു എഴുതി, യുണ്ട് അവിടെ യു എന്ന് യു അല്ലെങ്കിൽ വി എഴുതാം. വി എഴുതിട്ട് വരാം. അങ്ങനെ ഞാൻ വി എഴുതി ഗൈസ്. എനിക്കിനി വയ്യ, കൈയൊക്കെ പോയി. അതുകൊണ്ട് നമുക്ക് പിന്നെ എഴുതാം. ഫോണ് നല്ല ചൂടായി, ഇനി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. പാർട്ട് 2 ഇടുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഷോർട്സ് നമ്മൾ ഇടുന്നതായിരിക്കും, അതും കാണണം. ഇതിൻ്റെ ഷോർട്സ് കാണുന്നവർ വീഡിയോയും കാണണം. അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഓൾ.